വേറൊരാളുടെ ഭാര്യ ആയാൽ ആകോ ഇല്ലെന്നെ ആയാൽ ആ പേരിന്റെ കൂട്ടത്തിൽ സ്തുതി എന്നുള്ള പേര് ഞാൻ മാറ്റി. എനിക്കെല്ലാം സൂചിച്ചേട്ടൻ വേണോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഫ്ലവേഴ്സ് ഇതുകൊണ്ട് തന്നിട്ട് പവിത്രതയോടെ സൂക്ഷിക്കാൻ വേണ്ടി എന്റെ കൈകളിലേക്ക് കൊണ്ടു തന്നാണ്. കടലുകൾ താണ്ടി ഭാരതമൊന്നും പറയാം വരെ മാറ്റത്തില്ല. അതുവരെ ആരൊക്കെ തലകുത്തി. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ രേണുസുതി തന്നെയാണ്. അതായത് രേണുസുതിയുടെ പുതിയതായിട്ട് വന്ന വിവരക്കേടൊന്നും അല്ല നമ്മളിന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പണ്ട് തൊട്ടുള്ള രേണു ചേച്ചിയുടെ വീഡിയോ തൊട്ട് ഇപ്പോഴത്തെ ചേച്ചി ഊക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്നത് വരെയാണ്. രേണു ചേച്ചി അറിയാത്തവർക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. പണ്ട് ഏറി നിന്നതും ഏറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി ഏറി കയറാൻ പോകുന്നതുമായിട്ടുള്ളൊരു ചേച്ചിയാണ്. പണ്ട് ചേച്ചിയെ നമ്മൾ ഓർക്കുമ്പോൾ ഒരു വിങ്ങലോട് മാത്രമേ ചേച്ചി ഓർക്കാൻ പറ്റത്തുള്ളായിരുന്നുള്ളൂ. പക്ഷേ അവിടെ നിന്നാണ് ചേച്ചിയുടെ ചൈത്രയാത്ര തുടങ്ങിയത്. ആ ചൈത്രയാത്ര വന്നിപ്പോൾ അവസാനിച്ച് നിൽക്കുന്നത് ചേച്ചി ഏത് നിലയിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കണം. അതായത് വലിയ സെലിബ്രിറ്റി നിലയിലാണ് വിചാരിക്കല്ലേ. ഞാൻ ഒരിക്കലും പറയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചേച്ചി ആ ഏരിയയിൽ, അതായത് ഊക്കലിൻ്റെ അങ്ങേ അറ്റത്ത് ആ മുൾമുനയിലാണ് ചേച്ചി ഇപ്പോൾ നിൽക്കുന്നത്. സെലിബ്രിറ്റി എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ തെറ്റിദ്ധരിക്കല്ലേ. ചേച്ചി എന്തായാലും ഇപ്പം ഊക്കൊക്കെ കൊണ്ട് ചേച്ചി ഇപ്പോൾ ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ രേണു ചേച്ചി നമുക്ക് സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി നിലപാടെടുത്താൽ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. പിന്നെ ചേച്ചി ഒരു തീരുമാനം എടുത്താൽ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. അതായത് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് തന്നെ, അതായത് ഫാസ്റ്റ് സിനിമയിലൊക്കെ ഫാസ്റ്റ് ഡയലോഗ് പറയുന്ന കൂട്ട് തന്നെ ഒരു തവണ ചെന്നാൽ 100 തവണ പോയാൽ തിരിയാന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറയുന്ന രേണു ചേച്ചി ഇപ്പോൾ കൊച്ചുങ്ങൾ വരെ റീൽസിൽ കൂടെ ഊക്കിക്കൊണ്ടിരിക്കുക. എന്തൊരവസ്ഥയാണെന്ന് നോക്കിക്കോണേ. പിന്നെ എനിക്കിത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ചെയ്ത വീഡിയോക്കകത്ത് SP വ്ലോഗ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ രേണു ചേച്ചി ഏതാണ്ട് കളിയാക്കിയെന്ന് പറഞ്ഞ് ചേച്ചി പറയുന്ന ഒരു റീൽസ് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടോടനെ കുറച്ച് പേര് എനിക്ക് നേരിട്ട് ഒന്ന് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചൊരു സംഭവമായിരുന്നു. ആ ചേച്ചിയുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് രേണു ചേച്ചിയെ കുറിച്ച് പറയുന്നത് ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടോ. എന്തായാലും അതിൻ്റെ പുറം ഞാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ ഈ വീഡിയോ പറയാം. ഞാനത് എന്തായാലും കണ്ടിട്ടുണ്ട്. ആ ചേച്ചിയുടെ ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് എന്തായാലും പറയുന്നുണ്ട് രേണു ചേച്ചിയെ ഇഷ്ടംപോലെ ബോഡി ഷേമിങ് ചെയ്താൽ സംസാരിക്കുന്നത്. നീളമില്ല, ഹൈറ്റ് ഇല്ല, കൊരിട്ട ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സംസാരിക്കുന്നുണ്ട്. അതായത് ഞാൻ പറയുന്നത് അതിന് ഒരിക്കലും നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യില്ല. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. കാരണം അതൊരു ബോഡി ഷേമിങ് ആയിട്ടൊരു കാര്യമാണ്. രേണു ചേച്ചി വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റേ ചേച്ചി ഇപ്പോൾ അകത്താണ്. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഒരാളെ ഒരിക്കലും ബോഡി ഷേമിങ്ങോ നീളോ ഹൈറ്റും വെയിറ്റും കണ്ടിട്ടുള്ള ഒരാളെ കളിയാക്കണം. അയാളെ പ്രവൃത്തി കണ്ടിട്ട് ഓക്കെ. രേണു ചേച്ചി കുറേ വിവരക്കേട് മെസ്സേജസ് സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് ചേച്ചിക്ക് വേണമെങ്കിൽ ആ ചേച്ചി കളിയാക്കാം. പക്ഷേ ഈ ചേച്ചി അവിടെ കളിയാക്കുന്ന ചേച്ചിയുടെ ഹൈറ്റും നീളവും വെണ്ണവും ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ അളന്നുകൊണ്ടാണ് ചേച്ചി റീച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മുടെ റീൽസ്, അതായത് ചേച്ചിയുടെ പണ്ടത്തെ റീൽസ് നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കോ. ഇതെല്ലാം സൂചിച്ചേട്ടൻ വേണോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഫ്ലവേഴ്സ് ഇതുകൊണ്ട് തന്നിട്ട് തന്നപ്പോൾ ഇതുപോലെ വെച്ചാൽ ആക്സിഡന്റിൽ ഡ്രസ്സാണ് അടക്കിയിട്ട് അതുപോലെ ഇരിക്കുന്നു. അതുപോലെ ഊരി തന്നതാണ്. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിങ്ങനെ വെച്ചേക്കുവാ. എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. ഏട്ടൻ്റെ സ്മെല്ല് ഇതിലുണ്ട് ഇപ്പോഴും, ഏട്ടൻ്റെ സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബിൽ ഞാനിങ്ങനെ കണ്ടു മരിച്ചവരുടെ സ്മെല്ല് എടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന്. അപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. കേട്ടെ. എന്തായാലും ഇതിൽ നമുക്ക് കളിയാക്കാനൊന്നുമില്ല. കാരണം പുള്ളിക്കാരുടെ ഫീലിങ്സാണ് പുള്ളിക്കാരി ആ ഇതിൽ കൂടെ പറയുന്നത്. അല്ലാതെ പുള്ളിക്കാരിയെ കളിയാക്കാനൊന്നും ഈ റീൽസിൽ അത് നമുക്കില്ല. പക്ഷെ അതിനകത്ത് ചേച്ചി പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടോണം. ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. ഏട്ടൻ്റെ സ്മെല്ല് ഇതിലുണ്ട് ഇപ്പോഴും, ഏട്ടൻ്റെ സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബിൽ ഞാനിങ്ങനെ കണ്ടു. കേട്ടല്ലോ, ഇത്രയും കേട്ടാൽ മതി. അതിനകത്ത് ലക്ഷ്മി നക്ഷത്രം എന്ന് പറഞ്ഞാൽ ആങ്കറിൻ്റെ അടുത്ത് പുള്ളിക്കാരി എടുത്ത് പറയുന്ന കുറേ സംഭവങ്ങൾ നിങ്ങൾ കേട്ടാണ്. അത് ഞാൻ ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പക്ഷെ അടുത്ത്, അതായത് കുറച്ച് ദിവസം നല്ല കുറച്ച് മാസങ്ങൾക്ക് ശേഷം ചേച്ചി ഇച്ചിരി ഫേമസ് ആയിട്ടും വൈറലായിട്ടും പുറത്തോട്ട് വന്നപ്പോൾ ചേച്ചി സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. ലക്ഷ്മി നക്ഷത്രം അന്ന് തന്നത് ലക്ഷ്മി തന്ന പെർഫ്യൂം പവിത്രതയോടെ സൂക്ഷിക്കാൻ വേണ്ടി എന്റെ കൈകളിലേക്ക് കൊണ്ടു തന്നാണ്. കടലുകൾ താണ്ടി കൊണ്ടുവന്ന സാധനമാണത്. ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത സാധനം. അത് ഞാൻ എത്രത്തോളം പവിത്രതയിലാണ് എന്നും സൂക്ഷിക്കുന്നത് ഞാൻ ഇപ്പൊ എടുത്ത് കാണിക്കാൻ. അത് പുള്ളിക്കാരനെ ചേച്ചി നല്ലോണം തന്നെ പൊക്കി പറയുന്നുണ്ട്. എന്തായാലും പുള്ളിക്കാരന് ഇഷ്ടംപോലെ കഴിവുകളുണ്ടായിരുന്നു. ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാനും പുള്ളിക്കാരൻ്റെ ഒരു ഫാനായിരുന്നു. അത്യാവശ്യം പുള്ളിക്കാരൻ്റെ കോമഡിയൊക്കെ കണ്ട് ഞാൻ ഇഷ്ടംപോലെ ചിരിച്ചിട്ടുള്ളത്. പക്ഷെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം ചേച്ചി ചാക്കി കെട്ടിയെടുത്ത് കട്ടിലിൻ്റെ അടിയിലാണ് തള്ളിയിരുന്നത്. ഇത്രയും പൊക്കി പറയുന്ന സംഭവങ്ങളൊക്കെ ഓക്കെ. അത്രയും പുള്ളിക്കാരൻ്റെ ആ ഒരു കഴിവിനെ ഇതുമാതിരി ഒരു കളിയാക്കുന്ന രീതിയിലാണ് ചേച്ചി ആ ചാക്കി കിട്ടിയ ട്രോഫി എടുത്ത് ആ കട്ടിലിനടി കയറ്റി വെച്ചിരുന്നത്. എന്തായാലും കിച്ചു ലൈവ് ചെയ്തപ്പോൾ കിച്ചു അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ലൈവ് കഴിഞ്ഞിട്ട് വേറൊരു യൂട്യൂബറിന് കിച്ചു നേരിട്ട് അയച്ചൊരു മെസ്സേജ് ആയിരുന്നു. ഇതെന്തായാലും രേണു ചേച്ചിയുടെ ആ ഒരു സ്വഭാവം കാണിക്കാൻ വേണ്ടിയാ തന്നെ പുള്ളിക്കാർ ലൈവിൽ കൂടെ ആ കട്ടിലിനടി ഇരിക്കുന്ന ട്രോഫിയൊക്കെ കാണിച്ചിരുന്നത്. എന്തായാലും ആ സംഭവം പണ്ട് തന്നെ കഴിഞ്ഞ സംഭവം. എന്തായാലും അതിനകത്തോട്ട് നമ്മൾ പോകുന്നില്ല. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചേച്ചി ഇപ്പോഴും കൂടുതൽ ആൾക്കാർ അറിയപ്പെടുന്ന ആ പുള്ളിക്കാരൻ്റെ പേര് വെച്ചിട്ട്, അല്ലാതെ ചേച്ചിയുടെ സെലിബ്രിറ്റീസം കണ്ടിട്ടല്ല ആരും ചേച്ചിയെ അംഗീകരിക്കുന്നത്. മനസ്സിലാക്കണം അതാദ്യം. ആ പേരും കൂടെ നശിപ്പിക്കാൻ വേണ്ടി ആ ചേച്ചി ഇങ്ങനത്തെ വിവരക്കേടും കാണിച്ചുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. സുധിച്ചേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ടാണല്ലോ രേണു സുധി എന്നുള്ള പേര്. ഇന്നും ഞാൻ സുധിച്ചേട്ടൻ്റെ ഭാര്യയല്ലേ. ഇന്ന് ഈ ഇരിക്കുന്ന സമയത്തും ഞാൻ കൊല്ലം സുധി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ തന്നെയാണ് അദ്ദേഹം. അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഇല്ലെന്നൊന്നും ആരും പറയണ്ട.
അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭർത്താവ് എന്ന നിലയിലും ഇഷ്ടമാണ്. അതായിട്ട് ഇനി ഇപ്പൊ രേണു ചേച്ചി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതായത് മലയാളികൾക്ക് പകുതിയോളം മലയാളികൾക്ക് പുള്ളിക്കാരനെ അറിയാം. അതായത് ചേച്ചി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതില്ല കലാകാരൻ എന്നൊന്നും ചേച്ചി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം. അത്യാവശ്യം ആൾക്കാരൊക്കെ പുള്ളിക്കാരൻ്റെ പടങ്ങളും സംഭവങ്ങളും സ്റ്റാർ മാജിക്കും എല്ലാം കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെ. അല്ലാതെ പുള്ളിക്കാരൻ്റെ പേരിലെ ചേച്ചി അറിയപ്പെടുന്നതെന്നും കൂടെ ചേച്ചി മനസ്സിലാവണം. അല്ലാതെ ഒരിക്കലും രേണു ചേച്ചി എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി ഇല്ല ചേച്ചിക്ക്. പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞാൽ ഇപ്പോഴും ചേച്ചി ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ. അത് ആദ്യം ചേച്ചി മനസ്സിലാക്കണം. പുള്ളിക്കാരനെ അങ്ങ് പൊക്കുന്നുണ്ടല്ലോ. ചേച്ചി കാണിച്ചു കൂട്ടുന്ന ആ വിവരക്കേട് കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ പേര് താന്നോണ്ടേ ഇരിക്കത്തുള്ളൂ. ഒരിക്കലും ചേച്ചി ഈ പറയുന്നത് കൊണ്ട് പുള്ളിക്കാരൻ്റെ പേര് പൊങ്ങുമെന്ന് ചേച്ചി ഒരിക്കലും വിചാരിക്കല്ലേ. ആർക്കും ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടല്ലോ. കാരണം മരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാർ സമാധാനം കൊടുക്കുന്നില്ലെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലേ പുള്ളിക്കാരുടെ വ്യൂവേഴ്സ് കമന്റുകൾ പറഞ്ഞു. എങ്കിലും ചേച്ചി ഇങ്ങനത്തെ വിവരക്കേടൊന്നും ആവർത്തിക്കാതിരുന്ന ചേച്ചിക്ക് കൊള്ളാം. പിന്നെന്ത് പറയാനുള്ളത്? ഒന്ന് ഏജൻ റിവേഴ്സ് മമ്മൂക്ക, അത് കഴിഞ്ഞ പിന്നെ രേണുസുതി. അതാണ് മമ്മൂക്ക കഴിഞ്ഞ പിന്നെ രേണുസുതി. ഏജൻ റിവേഴ്സ് ഇപ്പൊ കമന്റ് ഇടും. കമന്റിന്റെ കമന്റ് ആയിരിക്കും ഇപ്പൊ വരാൻ പോകുന്നത്. ഇതെങ്ങാനും പറഞ്ഞപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കയ്യെ കിട്ടുന്നെടുത്ത് അപ്പൊ ചോദിച്ചാൽ അങ്ങാരുടെ തലക്കെറിഞ്ഞേനെ. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ചോദ്യത്തിനൊക്കെ ഒരു വിവരം വേണ്ടേ? പാവം എന്തായാലും രേണു ചേച്ചിയുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കിയത് പോലും മനസ്സിലാക്കാൻ ഒരു ബുദ്ധിയില്ല. എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് അങ്ങ് മെഴുകിക്കോളും. എന്തായാലും അവിടെ കിടന്ന് പറയുന്നത് ചേച്ചി മമ്മൂക്കയെ പോലെ പ്രായം കൂടുന്നൊരു സൗന്ദര്യം കൂടി വരുവാന്ന്. ചേച്ചി എന്തുവാ പറയുന്നേ? അവിടെ ഒരു മിനറൽ വാട്ടർ കാണുമല്ലോ. ഒരു കുപ്പി മിനറൽ വാട്ടർ എടുത്ത് ചേച്ചി ആ മുഖത്തോട് ഒഴിച്ച് ഒന്ന് കഴുകാമോ? അത്ര സൗന്ദര്യമൊക്കെ കാണാം. ഉമ്മ മീഡിയക്കാർ എന്തെങ്കിലും പറയുമ്പോൾ കിടന്ന് മെഴുകിയാൽ പോരാ. അതിനൊക്കെ ഒറിജിനാലിറ്റി സംഭവം എന്തോന്നൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബോധം വേണം രേണു ചേച്ചി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബോധം ഇല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പിന്നെ ചേച്ചി ആരും കുറ്റം പറയാൻ വരത്തില്ല. ചേച്ചി ഈ കളിയാക്കലിലൊന്നും ചേച്ചി വാടരുത്. കാരണം ഇതിനേക്കാളും കൂടുതൽ കളിയാക്കൽ ചേച്ചി കേട്ടിട്ടുള്ളൂ. അതിലൊക്കെ ശക്തമായിട്ട് പിടിച്ചെന്ന ചേച്ചിയാണ്. ചേച്ചിയുടെ യാത്ര മുന്നോട്ടല്ല മേളിലോട്ട് തന്നെ പൊക്കോണ്ടിരിക്കണം. കാരണം ഏറിനകത്ത് നിന്ന് ചേച്ചി ഇറങ്ങത്തല്ല താഴോട്ട്. ചേച്ചിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആ സ്ഥലം. ഏറി തന്നെ നടന്ന് കയറിക്കൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നതിന് സത്യം പറഞ്ഞാൽ ഈ ചേച്ചിയുടെ കാര്യം എന്തോ അത്. എപ്പോഴെങ്കിലും രേണു ചേച്ചി താഴോട്ട് ഇറങ്ങും. അവിടെ കിടന്ന് എന്തെങ്കിലും വിവരക്കേട് വിളമ്പും. റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടെ റോസ്റ്റ് ചെയ്ത് പിന്നെയും ചേച്ചിയെ ഏറി കയറ്റും. ഇത് തന്നെ ഇപ്പം സർക്കിൾ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കടലിൽ നിന്ന് മഴ ഉണ്ടാവുന്നതെന്ന് പറയുന്ന കൂട്ട് തന്നെ. എന്തായാലും കുറച്ച് പേരെങ്കിലും എടുത്ത് കമന്റ് വഴി വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം രേണു ചേച്ചിയുടെ ടോപ്പിക്ക് നിർത്താതെ കണ്ടുകൊണ്ട് അതായത് അവർ വിവരക്കേട് കണ്ടുകൊണ്ടും അടുത്തെന്ന്. അവരോട് എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുക്കണം. അങ്ങനെ ചേച്ചി ആ വിവരക്കേടിൽ നിന്നൊക്കെ കുറച്ച് താന്ന് റിട്ടയർമെന്റ് എടുക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. കാരണം രേണു ചേച്ചി ഇങ്ങനത്തെ വിവരക്കേട് കാണിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള കുറച്ചെങ്കിലും റിയാക്ഷൻ ചാനൽസ് ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ രേണു ചേച്ചി പിന്നെ ഇതിൻ്റെ വിവരക്കേടിൻ്റെ അറ്റ് പീക്കിൽ ചെല്ലും. പിന്നെ നമുക്കത് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ചേച്ചി റീൽസും ചെയ്തുകൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല കുറേ റിയാക്ടിങ് ചാനൽസ്. എന്തായാലും നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു വാർത്തയെന്ന് അതായത് സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുമ്പോൾ കൊച്ചു പിള്ളേർ വരെ രേണു ചേച്ചി പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ റീൽസ് വരുന്ന രേണു ചേച്ചി ഏറി കയറ്റിക്കൊണ്ട് കുറേ കൊച്ചു പിള്ളേർ നമ്മുടെ ഈ സൈഡിൽ കാണാൻ പിക്ചർ. എന്തായാലും ഞാൻ റീൽസ് പ്ലേ ചെയ്യുന്നില്ല. എന്തായാലും നോക്കിക്കോണം കൊച്ചു പിള്ളേർ വരെ ചേച്ചിയെ റോസ്റ്റ് ചെയ്ത് തുടങ്ങി. അത്രയ്ക്ക് ചേച്ചിയുടെ നിലവാരം താന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇങ്ങനെ തന്നെ രേണു ചേച്ചി റീൽസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ജനിച്ച് വീഴുന്ന പിള്ളേർ വരെ ചേച്ചി എടുത്തിട്ട് ഏറി കയറ്റാൻ നോക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം രേണു ചേച്ചിയുടെ വിവരക്കേടൊക്കെ പിന്നെ പീക്കി വന്നോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടി ഈ വീഡിയോ ചെയ്ത് എന്തായാലും രേണു ചേച്ചിയുടെ നിലവാരമൊക്കെ നമുക്ക് മനസ്സിലായി കാണാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോക്കകത്തെങ്കിൽ രേണു ചേച്ചിക്ക് കുറച്ച് ബോധം വെച്ചാൽ മതിയായിരുന്നു. ശരി ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കിയേക്കാം, ലൈക്കിലും ഞെക്കിയേക്കാം. ബൈ.